എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു നില വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് പൊറ്റയിൽ നമുക്ക് ഏകദേശം ഒരു 4 വീട് നമുക്കിവിടെ കൊടുക്കാനുണ്ട്. ഒരു നില 4 വീടാണ് നമുക്കിവിടെ കൊടുക്കാനുള്ളത്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിലാണ്. ഇതിനു മുമ്പേ നമ്മൾ ഇവിടുത്തെ 2-3 വീടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് 2-3 വീട് നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മൊത്തം 4 വീട് നമുക്ക് കൊടുക്കാനുണ്ട് പണി തീർന്ന്. ഈ വീടിരിക്കുന്നത് 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 വലിയ ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് കാറുള്ള കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. കുടിവെള്ളത്തിന് നമുക്ക് ലൈൻ കണക്ഷനാണ് വരുന്നത്. തമ്പാനൂരിൽ നിന്ന് 8 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നല്ല നിരന്ന ഫ്ലോട്ടിൽ വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടാണ് ഈ ഒരു വീട്. ഈ വീടിരിക്കുന്നത് നല്ല നിരന്ന ഫ്ലോട്ടിലാണ്, നല്ല ഉറച്ച മണ്ണിലാണ് വീടിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിൽ നിന്നും റോഡ് വരെ, ബസ് റൂട്ട് വരെ നമുക്ക് ഏകദേശം ഒരു 300 മീറ്റർ നടക്കാനുള്ള ദൂരം മാത്രമേ വരുന്നുള്ളൂ. വീട്ടിൻ്റെ റോഡ് വന്നിട്ട് നമുക്ക് 3.5 മീറ്ററാണ് നമ്മൾ റോഡിൻ്റെ വീതി വന്നിട്ട്. റോഡ് ഫുള്ള് നമുക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട് ചെയ്തിട്ടുള്ള വാസ്തു ബേസിലായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ദർശനം വന്നിട്ട് കിഴക്ക് ദർശനമാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 47 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഇവിടെ വേറെയും ബഡ്ജറ്റ് വീടുണ്ട്. നമുക്ക് 45 ലക്ഷം രൂപയ്ക്കകത്ത് വരുന്ന വേറെയും നമുക്ക് 3 വീടുണ്ട്. ആ വീടിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇതിന് യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ഓട്ടിച്ച് കാണിച്ചിട്ട് പോകുന്നു. ഈ വില്ലയ്ക്ക് തന്നെയാണ് ഈ 45 ലക്ഷം രൂപയുടെ വേറെയും 3 വീട് വരുന്നത്. ഈ വീട് വന്നിട്ട് നമുക്ക് 47 ലക്ഷം രൂപയുടെ അകത്താണ് ചോദിക്കുന്നത്. 47 ലക്ഷം രൂപയുടെ അകത്താണ് ചോദിക്കുന്നത്. നല്ല ഇൻറ്റീരിയർ വർക്കും നല്ല ഹൗസ് സൈഡിൽ നല്ലൊരു വർക്ക് എടുത്തൊരു വീടാണ്. ഈ വീട്ടിൻ്റെ ഫ്രണ്ടിലെ വുഡെല്ലാം വരുന്നത് നമുക്ക് പ്ലാവാണ്, ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ നമുക്ക് 8 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ 13 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് 2 ഗേറ്റ് വരുന്നുണ്ട്. ഒരു സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്, നമ്മുടെ നോർമൽ മടക്ക് ഗേറ്റും വരുന്നുണ്ട്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷൻ, നല്ല പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് വീടിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു കണ്ടംപററി ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഗ്ലാഡിങ് വർക്കിന് ടെയിലാണ് വരുന്നത്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വലിയ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കാർ പോർച്ച് ഏരിയ. മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. മുറ്റത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് വേസ്റ്റ് എത്തിക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. അത് വേസ്റ്റ് എത്തിക്കാൻ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് വല്ല ചെടി എന്തെങ്കിലും നടാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റും. വീടിൻ്റെ മുറ്റത്ത് നമുക്ക് വീടിനോട് ചേർന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. വീടിൻ്റെ 3 ചുറ്റും നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഈ വീട്ടിൽ കുടിവെള്ളത്തിന് കിണർ വരുന്നില്ല, നമുക്ക് ലൈൻ കണക്ഷൻ മാത്രമാണ് വരുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളമുള്ള ഏരിയയാണ്, വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമുള്ള ഏരിയ അല്ല. ഗാർഡൻ വർക്ക് ചെയ്യാൻ നമ്മുടെ ഫ്രണ്ടിൽ ഈ ഒരു പോർഷനിൽ നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ വീടിന് മതിലിനോട് ചേർന്ന് നമുക്ക് ഇത്രയും സ്പേസിൽ വലിയൊരു ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളെല്ലാം നടാനുള്ള സ്പേസ് വരുന്നുണ്ട്. വീട്ടിൻ്റെ 3 ചുറ്റും നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിലെ ഗ്ലാഡിങ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ടെയിലാണ്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിലെ ഡോർ വന്നിട്ട് നമുക്ക് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊത്ത് വർക്ക് എടുത്തിട്ടുണ്ട്. സിംഗിൾ പാളിയിലെ 2 ഡോറാണ് വരുന്നത്. 2 നമുക്ക് ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ഹാളും ഡൈനിങ് സെക്ഷനും നമുക്ക് സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്. അകത്ത് നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 വലിയ ബെഡ്റൂമാണ് വരുന്നത്. ഒരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. അത്യാവശ്യം വലിയൊരു TV വരെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഹാളൊക്കെ നമുക്ക് വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4:2 വെട്രിഫൈഡ് ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും വരുന്നുണ്ട്. ഹാളിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വലിയൊരു പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, നമുക്കിവിടെ സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. അകത്തെ കളറൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന നല്ല ലൈറ്റ് കളറാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 ഷോക്കേസ് വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ വുഡിൻ്റെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫോട്ടോസോ ഫ്ലവറോ എന്തെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ചുവരിൽ വലിയൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുളയിൽ ഒരു വലിയൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഫാൻസി ലൈറ്റും വരുന്നു. ഇവിടെ നമുക്ക് വയറിങ്ങിന് ഉപയോഗിച്ചിരുന്ന വി ഗാർഡാണ്. ഫിറ്റിങ്സ് എല്ലാം വി ഗാർഡാണ് വരുന്നത്. ഹാളിൽ നിന്നും അടുത്തൊരു നമുക്ക് ഡൈനിങ് സെക്ഷനിലോട്ട് പോകുന്ന ഏരിയയാണ്. ഡൈനിങ് സെക്ഷനിലോട്ട് പോകുന്നിടത്ത് നമുക്ക് വലിയൊരു പാർട്ടേഷൻ തിരിച്ചിട്ടുണ്ട്. കബോർഡ് വർക്കിൽ വലിയൊരു പാർട്ടേഷൻ തിരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ. അത്യാവശ്യം നല്ലൊരു വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റിയ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്ക് 2 പർഹോൾ വരുന്നുണ്ട്. നമ്മുടെ സെൻറ്റർ ചുവരിൽ ഒരു കളർ വരുന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ വാഷ് ബേസിൻ. ഡൈനിങ് സെക്ഷനിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വാഷ് ബേസ് കൗണ്ടറൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്ന ബെഡ്റൂം. ഇതാണ് നമ്മുടെ കന്നി ബെഡ്റൂം. ഇവിടെ നമുക്ക് 3 പാളിയിലെ വലിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 10x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്.
ഇവിടെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് തന്നെ ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ബെഡ്റൂമാണ്. 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂം നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അകത്തെ കളർ, ബെഡ്റൂമിലെ കളറെല്ലാം നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സെൻറ്റർ ചെവിൽ ഒരു കളർ നമുക്ക് സെപ്പറേറ്റും ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിലെ കബോർഡ് വർക്ക് വന്നിട്ട് നമുക്ക് 3 പാളിയിലെ വലിയൊരു കബോർഡ് വർക്കാണ് വരുന്നത്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ പ്രീമിയം ബോൾട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. വാഷ്റൂം വന്നിട്ട് വലിയ വാഷ്റൂമാണ്. അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ അപ്പോസ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഫിറ്റിങ്സിന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വാഷ്റൂമിലെ ഡോറാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്തുവരുന്നത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസും 11x10 ബെഡ്റൂമിൻ്റെ സൈസ്. ഇവിടെ നമുക്ക് സെൻറ്റർ ചെവിലൊരു കളർ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റാക്കിൻ്റെ മേളിൽ ചെറിയ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 പാളിയിൽ ഒരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. വാഷ്റൂം നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം. വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിങ്സ് ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്തുവരുന്ന നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഈ വീട് കാണാൻ വരുന്നവർക്ക് ഈ വില്ലയ്ക്ക് തന്നെ നമുക്ക് വേറെയും ഒരു 3 വീട് നമുക്ക് കൊടുക്കാണ്ട് ആ വീടും കൂടെ നമുക്ക് കാണാൻ പറ്റും. ആ ബഡ്ജറ്റുകൾ വരുന്നതെല്ലാം 45ൻ്റെ അകത്താണ് വരുന്നത്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം നമുക്ക് സെയിം സൈസാണ് വരുന്നത്. 11x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ സെൻറ്റർ ചെവിലൊരു കളർ വരുന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ഓപ്പൺ കിച്ചണാണ്. വലിയൊരു ഓപ്പൺ കിച്ചണാണ്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഹോബ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റൗ മാത്രം വാങ്ങി വെച്ചാൽ മതി. ഇവിടെ നമുക്ക് ഹോബ് ചെയ്തിട്ടുണ്ട്. ഹൗസ് സൈഡിലാണ് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ വയ്ക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. നല്ല ഗ്രിപ്പുള്ള ഫ്ലോർ ടൈലാണ്. 4 ഗ്രണ്ടിൻ്റെ ഗ്രിപ്പുള്ള ഫ്ലോർ ടൈലാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. നമുക്ക് ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. നല്ല പ്രീമിയം ബോൾട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നത് നമുക്ക് ഡയറക്റ്റ് ഒന്ന് കാണുമ്പോഴേ വീടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്താൻ പറ്റും. ഈ സൈഡിലാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പോയിന്റ് വന്നിട്ട്. ഇവിടെ നമുക്ക് വലിയൊരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഫ്രിഡ്ജിൻ്റെ പോയിന്റ് ഇവിടെയാണ് വരുന്നത്. കിച്ചൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയയൊക്കെയുള്ള സ്പേസ് വരുന്നുണ്ട്. കിച്ചൻ്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ വന്നിട്ട്. ഈ കാണുന്ന സ്പേസിലാണ് നമുക്ക് ഗ്യാസ് സിലിണ്ടർ വയ്ക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ചെയ്തിട്ടുള്ളത്. വീട്ടിൻ്റെ സൈഡിലാണ് നമ്മുടെ വേസ്റ്റ് കുഴികളെല്ലാം തന്നെ വരുന്നത്. ഈ വീട്ടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഫുഡ് വേസ്റ്റ് ഇടാൻ വേണ്ടി സൈഡിൽ നമുക്കൊരു കുഴി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ മൂടി എടുത്തിട്ട് ഇതിൻ്റെ അത് തട്ടാൻ പറ്റും. ഫുഡ് വേസ്റ്റ് ഇടാൻ വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നനയാതിരിക്കാൻ വേണ്ടി നമുക്കിവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പൊറ്റയിലാണ് നമുക്ക് വീട് വരുന്നത്. 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റ് പണി കഴിപ്പിച്ച വീടാണ്. 3 വലിയ ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 2 ചെറിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റും. ഈ വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് വീട് ചുറ്റുള്ളത്. കിഴക്ക് ദർശനമാണ് വീട് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 47 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വില്ലയ്ക്ക് തന്നെ വേറെയും 3 വീട് നമുക്ക് കൊടുക്കാനുണ്ട്. 45 ബഡ്ജറ്റിൽ വരുന്ന വീടാണ് ഇത്. 47 ചോദിക്കുന്നത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് എടുത്തിട്ടുള്ള ഒരു വീടാണ്. നമ്മുടെ തമ്പാനൂരിൽ നിന്ന് 8 കിലോമീറ്റർ ഡിസ്റ്റൻസിൻ്റെ അകത്ത് വീട് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടാണ് ഈ വീട്. ഈ വീട്ടിൽ നമുക്ക് 2 നിലയ്ക്കുള്ള പ്ലേസ്മെൻറ്റാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. കുടിവെള്ളത്തിന് കിണർ വരുന്നില്ല. നമുക്ക് ലൈൻ കണക്ഷൻ മാത്രമാണ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് നമുക്ക് മെയിൻ റോഡ് വരെ പോകാൻ ഒരു 350 മീറ്റർ നമുക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ വരുന്നുള്ളൂ. ഇതൊരു ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഇവിടെയുള്ള വീടിൻ്റെ വീഡിയോ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് 3 വീട് നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. 3 വീട്ടിൽ നമുക്ക് ആൾ താമസം വരുന്നുണ്ട്. ഇനി നമുക്കിവിടെ മൊത്തം 4 വീടാണ് കൊടുക്കാനുള്ളത്. ഇപ്പോൾ വർക്ക് തീർന്നുള്ള ഈ വീടിൻ്റെയൊക്കെ. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഹൗസ് ഫ്ലോട്ട് നമുക്ക് വീട് വാങ്ങാതെ വീട് വയ്ക്കാൻ വേണ്ടി വസ്തു നോക്കുന്നവർക്കാണെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് വസ്തുക്കൾ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വേൾഡോസ് വേറൊരു ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന്. അപ്പോൾ ആ വസ്തുക്കൾ ഡീറ്റെയിൽ നമുക്ക് എത്ര രൂപ ബഡ്ജറ്റിൻ്റെ വസ്തുവാണ് വേണമെന്നുള്ള ഡീറ്റെയിൽ നമുക്ക് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ആ ഡീറ്റെയിൽ അയച്ചു തന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്.
നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ ഇതേപോലുള്ള ബഡ്ജറ്റ് വീഡിയോകൾ നമുക്ക് ഇനിയും കുറച്ച് വരാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു പുതിയ വില്ല പ്രോജക്റ്റ് ഇടണം. അതൊരിക്കലും എല്ലാവർക്കും ബൈ.